إن الحمد لله اللهم صل على محمد وعلى آل محمد أيها الناس اتقوا الله عباد الله. ഒരിക്കൽ കൂടി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. قال الله سبحانه وتعالى في القرآن الكريم وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ സ്വലാത്ത്, സക്കാത്ത്, അഖീമു സ്വലാത്ത വ ആത്തു സക്കാത്ത, യുഖീമൂന സ്വലാത്ത വ യൂതൂന സക്കാത്ത എന്നിങ്ങനെ സ്വലാത്തും സക്കാത്തും ചേർത്തുകൊണ്ട് ഏകദേശം 29 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരഭിപ്രായ പ്രകാരം 32 സ്ഥലങ്ങളിൽ. 22 ഉറപ്പാണ്, അല്ല 29 ഉറപ്പാണ്. അപ്പോ സ്വലാത്ത്, സക്കാത്ത് രണ്ടും ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. സ്വലാത്ത് നമ്മൾ ഏറെക്കുറെ റെഡിയാണ്. സക്കാത്തിൻ്റെ കാര്യത്തിൽ പലർക്കും സംശയം കൂടുതലാണ്. അതിൻ്റെ കൃത്യമായതായിരിക്കുന്ന അളവെത്തിയാൽ തന്നെ എങ്ങനെ കൊടുക്കണം, എന്ത് കൊടുക്കണം, എവിടെ കൊടുക്കണം, ഇതിലൊക്കെ വലിയ സംശയങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം, നമ്മളെ നാട്ടിൽ കാര്യമായുള്ളത് നാണയ സമ്പത്താണ്. നാണയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ കറൻസി. കറൻസി എന്ന് പറഞ്ഞാൽ കറൻസിയിൽ സ്വർണം, വെള്ളി, കച്ചവടച്ചരക്ക്, ഇത് മൂന്നും കറൻസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റിയതാണ്. ഇതിൻ്റെ നിസാബ്, ഇതിൻ്റെ കണക്ക് എത്രയാണ്? ഒരു വർഷം തികയണം. നാണയമാണെങ്കിലും സ്വർണമാണെങ്കിലും വെള്ളിയാണെങ്കിലും കച്ചവടച്ചരക്കാണെങ്കിലും ഇന്ന് തുടങ്ങിയിട്ട് അടുത്ത വർഷം ഈ ദിവസം ആവണം. എങ്ങനെയാണ് അതിൻ്റെ കണക്ക്? 595 ഗ്രാം വെള്ളിയുടെ വില എത്രയാണോ ആ വിലക്കുള്ള ധനം, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇനം നമ്മുടെ കയ്യിൽ ഒരു വർഷം ശേഷിച്ചാൽ അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം. ഉദാഹരണം പറയാം, 595 ഗ്രാം വെള്ളിയുടെ അടിസ്ഥാന വില 1,00,000 സങ്കല്പിക്കുക. ഇപ്പൊ വെള്ളിക്ക് നല്ല വിലയാണ്. സാങ്കല്പിക വില 1,00,000. 1,00,000 ഉറുപ്പികയുടെ സ്വർണമോ വെള്ളിയോ കറൻസിയോ കച്ചവടച്ചരക്കോ ഒരു വർഷം നമ്മുടെ കയ്യിലുണ്ടോ അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പൊ കച്ചവടച്ചരക്കാകുമ്പോൾ പ്രശ്നങ്ങളുണ്ട്. അവിടെ കടണ്ട കൊടുക്കണ്ട, കട ഇതിൻ്റെ മേലെയാണോ കൊടുക്കേണ്ടതില്ല. അവിടെയുള്ള AC, അവിടുത്തെ മറ്റ് എക്യൂപ്മെന്റ്സുകൾ, അതിനൊന്നും സക്കാത്തില്ല. കച്ചവടച്ചരക്ക് മാർക്കറ്റ് റേറ്റ് ആണ്, വിൽക്കുന്ന വിലയല്ല, മാർക്കറ്റ് റേറ്റ്. നിങ്ങൾ കണക്ക് കൂട്ടുന്ന അന്ന് ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ് എന്താണോ ആ റേറ്റ് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ വെള്ളിയുടെ വിലയുടെ മുകളിൽ പോകുമെങ്കിൽ 2.5%, താഴെയാണെങ്കിലോ ഒന്നും കൊടുക്കണ്ട, കടക്കാരനാണെങ്കിൽ നൽകേണ്ടതില്ല. ഇതാണ് അതിൻ്റെ ഒരു അടിത്തറ, ഒരു അടിസ്ഥാനം. ഇത് മൂന്നിനെയും 2.5% നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ വരുമാനങ്ങളിൽ, സമ്പത്തുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഈ 3 കാര്യമാണ്. ഒന്ന് സ്വർണം. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സ്വർണം കൊണ്ട് എന്താണ് നിങ്ങൾക്ക് പരലോകത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ ഇപ്പൊ പറയാം. സൂറത്ത് തൗബയിലെ ആയത്ത് ഞാൻ പോയി പറഞ്ഞുതരാം. ഇതെല്ലാം കൂടി കെട്ടിപ്പൂട്ടി വെച്ചിങ്ങേറ്റ് പരലോകത്ത് എത്തുമ്പോ എന്താ ഉണ്ടാവുക? ഇനി കാർഷിക സമ്പത്ത്, കൃഷികൾ, അതിൽ നാട്ടിലെ മുഖ്യ ആഹാരം 5 വസക്ക് എന്നാണ് ഹദീസിലുള്ളത്. ഒരു വസക്ക് 60 സാഴ്, ഒരു സാഴ് 2 കിലോ. അപ്പൊ അരി, നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം അരിയാണ്. അങ്ങനെ വരുമ്പോൾ 600 കിലോ അരിക്കുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നവൻ അതിൻ്റെ 10% സക്കാത്ത് കൊടുക്കണം. എങ്ങനെ? മഴ കൊണ്ട് നനച്ചുണ്ടായതാണെങ്കിൽ, അഥവാ 10-1 എന്ന് പറയുമ്പോൾ 10%, 100-ൽ 10 ആയിരിക്കുമല്ലോ 10-1 എന്ന് പറയുമ്പോൾ. അപ്പോൾ 10% അഥവാ 60 കിലോ അവൻ എന്താക്കണം? സക്കാത്തായിട്ട് കൊടുക്കണം. എപ്പോഴാണ് കൊടുക്കേണ്ടത്? വിളവെടുപ്പ് സമയത്ത് നൽകണം. ആയത്തിന് ഇൻഷാല്ലാഹ് പറയാം. അപ്പൊ നമുക്ക് വേറൊരു സംശയമുണ്ട്. അരിയല്ല, ഏലമോ ഇഞ്ചിയോ കാപ്പിയോ കുരുമുളകോ ആണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലോ അതിൻ്റെ ഈ അരിയുടെ ഈക്വൽ വിലയുമായി താരതമ്യം ചെയ്യണം.
എന്നിട്ട് അതിൻ്റെ വിലക്കനുസരിച്ചുകൊണ്ട് കുരുമുളക് കൃഷി ചെയ്യുന്നവൻ കുരുമുളക് പറിച്ചെടുക്കുമ്പോൾ ഈ പറഞ്ഞ നെല്ലിൻ്റെ 600 കിലോ അരിയുടെ വിലക്കുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ 1/10 നെല്ലിൻ്റെ അരിൻ്റെ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, അതേപോലെ കുരുമുളകും ഏലവും ഇഞ്ചിയും കാപ്പിയും എല്ലാം കൊടുക്കണം. അതെങ്ങനെയാണ്? നെല്ല് അരിക്ക് കൊടുത്താൽ പോരെ, പിന്നെ എന്തിനാ ഇതെല്ലാം ഖുർആനിൽ പറഞ്ഞാന്ന്. അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം 141 വഹുവല്ലദീ അൻശഅ ജന്നാത്തിൻ മഅറൂശാത്തിൻ വഗൈറ മഅറൂശാത്തിൻ വന്നഖൽ. അങ്ങനെ എണ്ണാൻ തുടങ്ങാണ് ഖുർആൻ. അല്ലാഹുവാണ് വള്ളിയിൽ പടർത്തപ്പെടുന്നതും അല്ലാതെ പരന്നു കിടക്കുന്നതും നേരെ മുളച്ചു വന്നുന്നതുമായ എല്ലാവിധം തോട്ടങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്നവൻ, ഉണ്ടാക്കിയവൻ അല്ലാഹുവാണ്. എന്നിട്ട് പറയുന്നു റുമ്മാൻ, നഖ്ല ഈത്തപ്പഴം, ജൈത്തൂൻ, ഒലീവ്. ഖുർആനിൽ പറഞ്ഞാന്ന്. ഇത് കഴിഞ്ഞിട്ട് ഖുർആൻ മറിച്ചൊക്കെ അൻആം 141. എന്നിട്ട് നിങ്ങൾ അത് വിളവെടുപ്പ് സമയമായാൽ നിങ്ങൾ കൊയ്തെടുക്കുക. അതിൻ്റെ വിളവെടുപ്പ് ദിവസം നിങ്ങൾ അതിൻ്റെ വിഹിതം നൽകണം. ആ വിഹിതം റസൂലുള്ള പഠിപ്പിച്ച് 5 വസക്ക് എന്ന് പഠിപ്പിച്ച്. ഒരു വസക്ക് 60 kg, ഒരു വസക്ക് 60 സാഴ്, kg അല്ല 60 സാഴ്. ഒരു സാഴ് 2 കിലോ, അങ്ങനെ വരുമ്പോൾ 600 kg. അതില് നഖ്ല്, സൈത്തൂന്, റുമ്മാന്, മുതശാബിഹ്, ഗൈറ മുതശാബിഹ്, മുഖ്തലിഫൻ നുക്ലുഹു, ടേസ്റ്റ് വ്യത്യാസമുള്ളത്, രുചി വ്യത്യാസമുള്ളത് എന്നെല്ലാം ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അരിക്ക് മാത്രം കൊടുത്താൽ മതി, ബാക്കി ഒന്നും കൊടുക്കണ്ടെന്ന് പറയാൻ പറ്റില്ല. അതൊരു ധനം, കാർഷിക സമ്പത്ത് ഒരു കാര്യമായ ധന ആഗമന മാർഗമാണ്. അതുകൊണ്ട് അതിനും കൊടുക്കണം. അതിനുള്ള നിയമം എന്താ? കൊയ്തെടുക്കുമ്പോൾ നൽകിയാൽ മതി എന്നുള്ളതാണ്. ഇനി നൽകാതിരുന്നാൽ എന്താണ്? നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇത് ഖുർആനിൽ പറഞ്ഞ അവകാശികളുടെ ആ സ്വത്തുമായി നീ അങ്ങനെ നടക്കാം. നിസാബെത്തി, കണക്കെത്തി, കാർഷിക സമ്പത്താന്ന്, അതെല്ലാം കയ്യിലുണ്ട്, കൊടുക്കുന്നില്ലേ? ഇല്ല. അതുകൊണ്ട് ഹജ്ജിനും ഉംറക്കും പോവാന്ന് ഈ പാവപ്പെട്ടവന്റെ പണവുമായിട്ട്, ഈ സാധുവിന്റെ പൈസയായിട്ട്, ഈ ഫഖീർ ഇന്നമ സദഖാത്തു ലിൽ ഫഖറാഇ വൽ മസാകീൻ എന്ന് പറഞ്ഞവന്റെ പണവുമായി കച്ചവടം നടത്തുകയെന്ന്, അതുമായി ഉംറയ്ക്ക് പോവാന്ന്, അതുമായി ഹജ്ജിന് പോകുവാന്ന് പാടില്ല. അത് നല്ലതല്ല. 2.5 ഈ പറഞ്ഞ അവകാശികളേതാ. അതുകൊണ്ട് അതെല്ലാവരും കൊടുത്തു വീട്ടുക. കൊടുക്കാതിരുന്നാൽ സൂറത്ത് തൗബയിലെ 35-ാമത്തെ ആയത്ത്, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, അഥവാ സ്വർണവും വെള്ളിയും ഒക്കെ നിക്ഷേപമാക്കി സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പടച്ചവന്റെ മാർഗത്തിൽ ചിലവഴിക്കാതിരിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് നീ സൂക്ഷിച്ചു വെച്ച ഈ സ്വത്തെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചുട്ട് പഴുപ്പിച്ചുകൊണ്ട് നെറ്റിയിലും മുതുകത്തും നിന്റെ പാർശ്വങ്ങളിലും അതുകൊണ്ട് പ്രത്യേകം ചൂട് വെക്കുന്നതാണ്. ചൂട് വെപ്പിക്കുക എന്താ? ചൂടാക്കുക. അതിങ്ങനെ ഇത് ചുട്ട് പഴുപ്പിക്കുക, നരകത്തിട്ടിങ്ങേറ്റ്. എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ മുതുകത്തും അതേ പ്രകാരം നെറ്റിയിലും നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വെക്കുക. അപ്പൊ എന്താ അള്ളാഹ് പറയല്? മലായിക്കത്ത് പറയും, ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും, ഇതാണ് നീ നിക്ഷേപമാക്കി വെച്ച സ്വർണം, ഇതാണ് നീ നിക്ഷേപമാക്കി വെച്ച നിന്റേതായിരിക്കുന്ന പണം, കറൻസി, നോട്ട് എന്ന് അവിടെ വെച്ചുകൊണ്ട് പറയപ്പെടുന്നതാണ്. തന്നെയുമല്ല ഫസൂഖൂ മാ കുന്തും തക്നിസൂൻ, കഴിഞ്ഞു പോകും, തീർന്നു പോകും, നഷ്ടപ്പെടുമെന്ന് പേടിച്ചുകൊണ്ട് വലിച്ചു കൂട്ടിയതായിരിക്കുന്ന, ബാങ്ക് ലോക്കറിൽ വെച്ചതായിരിക്കുന്ന, അക്കൗണ്ടിലേക്ക് വലിച്ചു കയറ്റിയതായിരിക്കുന്ന പാവപ്പെട്ടവന്റെ അവകാശമാകുന്ന ഈ സ്വത്താണോ, നീ ഇത് അനുഭവിച്ചോ, നീ നിക്ഷേപമാക്കി വെച്ചതാണ്, നീ അനുഭവിച്ചോ എന്ന് ഈ സക്കാത്ത് നൽകാത്ത മനുഷ്യരോട് പരലോകത്ത് പറയപ്പെടും എന്നത് സൂറത്ത് തൗബയിലെ 35-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് സക്കാത്തായി കൊടുക്കാനുള്ള അങ്ങനെ കൊടുക്കുക, ഫീ സബീൽ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുക, ഇഫ്താറായിട്ട് അങ്ങനെ നൽകുക. നിർബന്ധം കഴിച്ചാൽ സദഖയായി നമ്മൾ നൽകേണ്ട ഒരുപാട് സദഖകളുണ്ട്, അതിലേക്ക് അത് നൽകുക. ഇങ്ങനെ അവകാശങ്ങൾ അവകാശികൾക്ക് നൽകുക. സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? വളരുക എന്നാ. മറ്റെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിന്റെ സ്വത്തിന് വളർച്ച ഉണ്ടാവുക.
നിന്റെ സ്വത്തിന്റെ വളർച്ച എന്ന അതോട് ഉദ്ദേശിക്കുന്നത്. വേറെ അർത്ഥങ്ങളുണ്ട്. പ്രധാനമായ അർത്ഥം സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതാ, അതിലൂടെ ശുദ്ധീകരിക്കുകയാണ്. തുതഹിറുഹും എന്നാ ഖുർആൻ പറഞ്ഞത്. നീ അവരെ ശുദ്ധീകരിക്കുന്ന ആ ധനം, അവരെ ധനത്തിൽ നിന്ന് ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും, നീ അവരെ ശുദ്ധീകരിക്കുന്ന സദഖ. അവിടെ സദഖ എന്നർത്ഥം സക്കാത്ത് എന്നാ. ഖുർആനിൽ രണ്ട് നിലക്കും ഉപയോഗിച്ചിട്ടുണ്ട്. സക്കാത്ത് എന്നതിനും സദഖ എന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും സക്കാത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നമ സദഖാത്തു എന്ന് പറയുമ്പോൾ സദഖ അല്ല, സക്കാത്താണ്. ഇവിടെ നീ അവരിൽ നിന്ന് അവരെ ധനം ശുദ്ധീകരിക്കുന്ന സക്കാത്ത് വാങ്ങണം മുഹമ്മദ് നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലോണം ഒന്നുകൂടെ പഠിച്ച് വിലയിരുത്തി കൃത്യമായി വർഷം തികഞ്ഞിട്ടുണ്ടോ നോക്കുക. ഇതിപ്പോൾ റമളാനിൽ പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമില്ല. എന്നാലും സക്കാത്തും റമളാനും സ്വലാത്തും ഒക്കെ ഇസ്ലാം കാര്യത്തിൽപ്പെട്ട തന്നെയാണല്ലോ. അന്നൽക്ക് ചേർത്ത് പറഞ്ഞത് മാത്രം. പിന്നെ